നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സ്മരണകൾ ഉയർത്തുന്ന അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിനത്തിൽ ദൈവിക സന്നിധിയിൽ ഒരുമിച്ചായിരുന്ന അവിടുത്തെ സാമീപ്യം നുകരുവാൻ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ആരാധന നമുക്കേവർക്കും ഒരുപോലെ അനുഗ്രഹ കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. യഹോവയുടെ ആലോചന ശാശ്വതമായും അവിടുത്തെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ സഹായവും പരിചയം ആകുന്നു. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കുകയാൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ സന്തോഷിക്കും. യഹോവയെ ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നത് പോലെ അവിടുത്തെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. എന്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, അവിടുത്തെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവയെ അങ്ങേക്ക് തുല്യനാർ. എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നുവെന്ന് എന്റെ അസ്ഥികളൊക്കെയും പറയും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണന് വീണ്ടുകൊള്ളുന്നു. തന്നെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെല്ലാം അവിടുന്ന് സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയും ഇല്ല. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവിടുന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. അവിടുന്ന് അത് നിർവഹിക്കും. അവിടുന്ന് നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിങ്കൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവിടുന്ന് അവരുടെ ദുർഗമാകുന്നു. യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യം. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാമയനും നിത്യനും നീതിമാനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ കർത്താവേ, പൊന്നു തമ്പുരാനെ, അനുഗ്രഹീതമായി അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ വിശുദ്ധ ദിനത്തിലും ദൈവത്തിന്റെ സന്നിധിയോട് ചേരുവാൻ, രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന്റെ അനുഗ്രഹീതമായ ഓർമ്മകൾ പുതുക്കുന്നതായ ഈ ദിനത്തിൽ ആലയത്തിലും ദേശത്തിന്റെ വിവിധ കോണുകളിലുമായിരുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകുന്ന അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ സ്വാതന്ത്ര്യത്തിനായി അങ്ങയിലേക്ക് ചേർക്കുന്ന ദൈവീക സാമീപ്യം ഞങ്ങളുടെ ജീവിതത്തിലെ നിരാശകളിൽ നിന്നുള്ള വിമോചനമായി, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നുള്ള വിമോചനമായി ദൈവം പകരുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹീത നിമിഷങ്ങളായി ആസ്വദിക്കുവാൻ ഈ ആരാധനയിലൂടെ അവിടുന്ന് അനുഗ്രഹിച്ച അടിയങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പനിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് അടിയങ്ങൾ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കട്ടെ. കർത്താവേ, ശമൂവേൽ ബാലൻ ദൈവസന്നിധിയിൽ പറഞ്ഞതുപോലെ അരുളി ചെയ്യണമേ, അടിയങ്ങൾ കേൾക്കുന്നു. അരുളി ചെയ്യണമേ, അടിയങ്ങൾ കേൾക്കുന്നു. അങ്ങയിൽ നിന്ന് കേട്ട് അങ്ങയുടെ പിന്നാലെ ഗമിക്കുന്നവരായി ഞങ്ങൾ തുടരട്ടെ. അങ്ങയോടൊപ്പമായിരിക്കട്ടെ. പ്രയാസം, പ്രതിസന്ധി, കഷ്ടത, നിരാശ ഇവയുടെ മേൽ കർത്തൃത്വം ഏറ്റെടുക്കുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി, തടസ്സമായതിന്, പ്രയാസമായതിന്,
പ്രതികൂലമായതിനെ നസ്രായനെ അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയിനാൽ അങ്ങ് തന്നെ തകർത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹീതമായ ആരാധനയുടെ ഭാഗമാക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി പാഠപുസ്തകത്തിലെ 230 ഗീതം നമുക്ക് പാടാം. ജീവനെ എൻ ജീവനെ നമോ നമോ എന്ന് തുടങ്ങുന്ന പാഠപുസ്തകത്തിലെ 230 ഗീതം. जीवने नमो नमो, जीवने नमो नमो, പാപനാശകാരണ നമോ നമോ, പാപനാശകാരണ നമോ നമോ, പാരിതിൽ നരനായുദിച്ച പരാപര പൊരുളേ നീവാ. നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യവും സമാധാനവും ദാനമായി നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധനക്രമങ്ങളിൽ പുറം 5 സ്തുതിലിത്താനുകൾ 3 ഭാഗം വാക്യം പ്രതിവാക്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താം. ആരാധനക്രമത്തിൽ പുറം 5 സ്തുതിലിത്താനുകൾ 3 ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു.
ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ അങ്ങേക്ക് സ്തുതി. സ്രഷ്ടാവേ അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹ രാജാവേ അങ്ങേക്ക് സ്തുതി. ആമേൻ. തിരുവെഴുത്ത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നോക്കുവാൻ ആവശ്യപ്പെട്ട് ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ. അവിടുന്ന് ധാരാളം ക്ഷമിക്കും. കുറവുകളുടെ മധ്യത്തിൽ ജീവിതത്തിലെ അസ്വസ്ഥമായ സാഹചര്യങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനകളിലായിരിക്കാം. മനസ്താപത്തോടെ ദൈവസന്നിധിയോട് നമുക്ക് ചേരാം. ശാന്തമായി കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ദിനത്തിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് അവിടുത്തെ സന്നിധിയോട് പറ്റിച്ചേരുവാനാണ്. പാപബന്ധനങ്ങളെ ദൈവമേ അടിയന്റെ ജീവിതത്തിൽ നിന്ന് അഴിക്കണമേ എന്ന് ഉള്ളുകൊണ്ട് ഉരുവിട്ടുകൊണ്ട്, അപ്പാ അടിയൻ ഈ ലോകത്തില് എന്റെ ഉള്ള് പകർന്ന് പ്രാർത്ഥിക്കുവാൻ മറ്റൊരിടമില്ല. എന്റെ അസ്വസ്ഥത മറ്റൊരാളോട് പറയുവാനായി സാധിക്കുകയില്ല. എന്നിലെ കുറവുകൾ, രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ എന്നെ വേട്ടയാടുന്ന ഈ ദിനങ്ങളിൽ സ്വസ്ഥതയ്ക്കായി ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ചേരുകയാണ്. സ്വസ്ഥതയ്ക്കായി ഞാൻ അങ്ങയോട് ചേരുകയാണ്. അപ്പാ അടിയന്റെ ജീവിതത്തോട് അങ്ങ് മനസ്സറിയണമേ. അങ്ങയോട് ചേർന്നിരിക്കട്ടെ, അങ്ങയോട് ചേർന്നിരിക്കട്ടെ. അടിയന്റെ അകവും പുറവും അങ്ങ് തന്നെ കഴുകി വെടിപ്പാക്കണമേ. സ്വസ്ഥതയാൽ, സമാധാനത്താൽ, അങ്ങ് പകരുന്ന അനുഗ്രഹത്താൽ അടിയന്റെ ഉള്ളത്തെ നിറയ്ക്കണമേ. പ്രിയരെ, ഉള്ളിലെ കുറവുകളെ ഉണർന്ന് ദൈവസന്നിധിയോട് പരിപൂർണമായും ചേർന്ന് വരാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ ഭാരം ചുമക്കും യേശുവിങ്കൽ നീ കടന്നു വാ. തളർന്ന നിന്റെ അന്തരാത്മാ ക്ലേശം നീക്കും. കടന്നു വാ, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. കടന്നു വാ.
യേശു നിന്നെ വിളിക്കുന്നു. ഉള്ള ദൈവസന്നിധിയിൽ പകർന്ന് ദൈവമേ അടിയനോട് ക്ഷമിക്കണമേ എന്ന് ആരാധനക്രമത്തിൽ 13-ാം പുറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനയിലൂടെ ഒരുമിച്ച് ദൈവത്തോട് യാചിക്കാം. ആരാധനക്രമത്തിൽ പുറം 13 പ്രാർത്ഥന. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്നും ഞങ്ങളെ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ച് തിരുരക്തവളപ്പിൽ കരുതി വഴി നടത്തുമാറാകട്ടെ. ആമേൻ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപറഞ്ഞപ്പോ നമ്മോട് ക്ഷമിച്ച ദൈവം അനുഗ്രഹീതമായി ഈ ഭൂമിയിൽ പാർക്കുന്നതിന് അവസരത്തെ നൽകുന്ന ദൈവം, അനുഗ്രഹീതമായ ഒരു രാജ്യത്തിന്റെ ഭാഗമായി തീരുന്നതിന് അവസരത്തെ ദാനമായി നൽകുന്ന ദൈവം, കർത്തൃസന്നിധിയില് ദൈവം നൽകിയ നന്മകൾക്കായി, സമാധാനത്തിനായി, സ്വസ്ഥതയ്ക്കായി, അന്യായ ബന്ധനങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി ഒക്കെയും നമുക്ക് ദൈവത്തിന് നന്ദി കരയേറ്റാം. ആരാധനക്രമത്തിൽ 17-ാം പുറത്തിലുള്ള പ്രാർത്ഥന എന്നുള്ള ഭാഗം നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. ആരാധനക്രമത്തിൽ 17-ാം പുറത്തിലുള്ള പ്രാർത്ഥന എന്നുള്ള ഭാഗം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നും സർവകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്നും വിശ്വസിക്കാൻ കൃപയറിയണമേ. തികഞ്ഞ പരമാർത്ഥതയോടുകൂടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടി അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന്
യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ. ഈ ദിവസത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പഴയ നിയമ പാഠഭാഗമായി വായിച്ചു കേൾപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ 11 തുടങ്ങിയുള്ള വാക്യങ്ങളത്രേ. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. അന്നു തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ശേമും ഹാമും യാഫേത്തും നോഹയുടെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കടന്നു. അവരും അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്ത് ഇഴയുന്ന അതത് തരം ഇഴജാതികളും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ. ജീവശ്വാസമുള്ള സർവ ജഡത്തിൽ നിന്നും ഈരണ്ട് നോഹയുടെ അടുക്കൽ വന്നു, പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്ന സർവജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. വെള്ളം വർദ്ധിച്ചു, പെട്ടകം പൊങ്ങി, നിലത്ത് നിന്ന് ഉയർന്നു. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി. ആകാശത്തിന് കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്ക് മീതെ പൊങ്ങി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതികളുമായി ഭൂചര ജഡമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. പഴയ നിയമ പാഠഭാഗം വായിച്ച് ഇവിടെ പൂർണ്ണമാവുകയാണ്. സുവിശേഷ പാഠഭാഗമായി വായിച്ച് കേൾപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 20 തുടങ്ങി 26 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 തുടങ്ങിയുള്ള വാക്യങ്ങൾ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബേത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയാസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഈ വായിച്ചു കേട്ട പാഠഭാഗങ്ങളാൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന കേൾവിക്കായി നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആത്മീക മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നതിന് തിരുവഴുത്തിനെ
മായമില്ലാത്ത പാലായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ വലിയ വചന വഴിയെ ഒരുമിച്ച് അടിയങ്ങൾ പഥികരാകുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിനോട് അരുളി ചെയ്യുന്നത് അടിയങ്ങൾ കേൾക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളോട് അരുളി ചെയ്യുന്നത് അടിയങ്ങൾ കേൾക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപയിനാലും അങ്ങയുടെ ശക്തിയിനാലും തിരുവചനത്തിനാൽ നിറയപ്പെടുന്നത് അങ്ങേക്കായി പ്രവൃത്തി പദങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ ജീവനും ചൈതന്യവും ഉള്ളവരായി അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അടിയങ്ങൾ ഒരുമിച്ച് തിരുശബ്ദം ശ്രവിക്കട്ടെ. അടിയങ്ങളെ ഒരുപോലെ അങ്ങ് അനുഗ്രഹിച്ച് ഉറപ്പിക്കുന്നുവല്ലോ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വമുള്ളതായി തീരട്ടെ. അനുഗ്രഹീതമായ ഈ ദിനത്തിൽ സന്തോഷത്തോടെ ദൈവ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി, പ്രത്യേകിച്ച് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുഴുകുന്നതായ ഈ ദിനത്തിൽ ദൈവം ദാനമായി നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം കരയറ്റട്ടെ. 2021 സ്വാതന്ത്ര്യദിന ആഘോഷവുമായി മുഴുകുമ്പോൾ ദൈവികമായ കൃപ അസ്വസ്ഥമായ ഇടങ്ങളിൽ ദൈവം ദാനമായിട്ട് നൽകട്ടെ. ദൈവികമായ സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം അനുഭവിക്കുന്നതായ ഇടങ്ങളിൽ ദൈവം ദാനമായി നൽകട്ടെ. അനുഗ്രഹിച്ച് ഏവരെയും സംരക്ഷിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെയും പാകിസ്ഥാന്റെയും അതിർത്തിയായ വാഗ ബോർഡർ സന്ദർശിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. വൈകുന്നേരത്തിൽ രാവിലെ ഉയർത്തുന്നതായ പതാക അത് താഴ്ത്തുന്ന പതിവുണ്ട്. ക്രമപ്രകാരം 2 രാജ്യങ്ങളിലെയും സൈനികരാണ് ആ വസ്തുത ചെയ്യുന്നത്. 2 വശത്തും വലിയ ജനത്തിരക്ക് ഉണ്ടാകും എന്നാണ് പൊതുവിൽ അറിയുന്നത്, എനിക്കും അനുഭവിക്കുവാനായി സാധിച്ചത്. അന്നത്തെ ദിവസം ഞാൻ ശ്രദ്ധിച്ചതായ പ്രത്യേക വസ്തുത എന്ന് പറയുന്നത്, ഈ പതാക താഴ്ത്തുന്നതായ സമയത്ത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇതിന്റെ സെറിമണിക്ക്, ഈ പ്രത്യേക പരിപാടിക്ക് നേതൃത്വം നൽകുന്നതായ വ്യക്തി ആദ്യം ഒരു ട്രയൽ തരും, രണ്ടാമത് ഒരു ട്രയൽ തരും. ഉച്ചത്തിൽ ആർക്കുന്നതിനും ഉച്ചത്തിൽ ഈ സൈനികരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അവസരത്തെ തരും. രാജ്യസ്നേഹത്തിന്റെ പുതിയൊരു അനുഭൂതിയോടുകൂടെ മാത്രമേ അവിടെ നിന്ന് നമുക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വാതന്ത്ര്യത്തിന്റെ ധന്യമായ സ്മരണകൾ പുതുക്കുമ്പോൾ ഉറപ്പിച്ച് പറയട്ടെ, ഭാരതം എന്നുള്ള ദേശത്തിൽ പിറന്ന, അങ്ങനെ ഒരു ജനനത്തിനുള്ള അവസരം നൽകിയ ദൈവത്തിന് നന്ദി. ബഹുമുഖങ്ങളുടെ ചിന്തകളുടെ മധ്യത്തിൽ ഏകസ്വരത്തോടുകൂടെ ലോകത്ത് തല ഉയർത്തി നിൽക്കുവാൻ നമ്മുടെ രാജ്യത്തെ ദൈവം തുടർന്നും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദിനത്തിലെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗരാജ്യത്തിന്റെ ദേശഭക്തിയെ മനുഷ്യന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന സന്തോഷമായി പകരുവാൻ സ്വർഗത്തിലെ മഹിമകൾ വെടിഞ്ഞ് ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവ്, സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സേനാനികളുടെ ധന്യമായ ജീവിത സ്മരണകളെ നമ്മൾ പുതുക്കാറുണ്ടല്ലോ. ജീവിതത്തിൽ രക്തസാക്ഷികളായ ഒരുപാട് വ്യക്തികളുണ്ട്. ഇതാ ഇവിടെ സ്വർഗത്തിലെ വലിയവനായ കർത്താവ്
തന്റെ ശരീരത്തിലെ അവസാനത്തെ തുള്ളി രക്തം പോലും ദാനമായി നൽകി നമ്മുടെ ജീവിത വിമോചകനായി മാറുകയാണ്. പാപത്തിൽ നിന്നും നമ്മൾ മോചിക്കപ്പെടുവാൻ കഠിനമായ പീഡയിലൂടെ ജീവിതത്തെ മരണത്തിനേൽപ്പിച്ച് മരണത്തെ തകർത്ത് ഉയർത്ത് ജീവിക്കുന്നു. ശരീരത്തില് ആകമാനം ചോരച്ചാലുകളെ അവിടുന്ന് ഉതിർത്തതിലൂടെ മനുഷ്യന്റെ ജീവിതത്തിൽ രക്തത്തിനാലുള്ള പുതുസ്നാനത്തെ അവിടുന്ന് ദാനമായിട്ട് നൽകി. സ്നാനം, അതാണ് ഈ ദിനത്തിലെ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഈ ദിവസത്തെ ചിന്ത ബാപ്റ്റിസം, ഡൈയിങ് ആൻഡ് റൈസിംഗ് അപ്പ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. സ്നാനം യേശുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്ന അനുഭവം. ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർത്ത് പറയട്ടെ, സ്നാനം യേശുവിനോടൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യ അനുഭവം. സ്നാനം ആശയവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ക്രൈസ്തവ സഭ അതീവ ഗൗരവത്തോടെ അതീവ പ്രാധാന്യത്തോടെ ആസ്വദിക്കുന്നതായ അനുഭവമാണ്. തൊട്ടിൽ മുതൽ ചുടല വരെയുള്ളതായ ക്രൈസ്തവ കൂദാശകളിൽ ആദ്യത്തെ കൂദാശ ബാപ്റ്റിസ്മോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ തർജ്ജമയാണ് സ്നാനം. അതിനർത്ഥം മുക്കുക, മുങ്ങുക എന്നുള്ളതാണ്. യഹൂദന്മാരുടെ ഇടയിൽ ആചാരമായി നിലവിൽ നിന്നിരുന്ന കഴുകലിന്റെ ശുദ്ധീകരണത്തിന്റെ മറ്റൊരു അനുഭവം. പുറപ്പാട് പുസ്തകം 19:10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും ലേവ്യ പുസ്തകം 8:6 വാക്യത്തിലും മർക്കോസ് വിശേഷം 7 അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളിലും എബ്രായർ 9 അധ്യായം അതിന്റെ 10 വാക്യത്തിലും തുല്യമായ വിവരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം ആയാലും ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആയാലും ആരാധനയിൽ ഉപയോഗപ്പെടുത്തുന്നതായ വസ്തുതകളെ സംബന്ധിച്ചിടത്തോളം ആയാലും വിശുദ്ധിയോടുകൂടെ സകലതും ക്രമീകരിക്കപ്പെടണമെന്ന് സ്വർഗത്തിലെ വലിയവനായ ദൈവം ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള ഒരു രൂപകമായി ഈ കഴുകലിന്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്തിയിരുന്നു. സ്നാനത്തിന്റെ വിവിധ ചിന്തകൾ വേദപുസ്തകത്തിൽ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകം 7 അധ്യായത്തിൽ പെട്ടകത്തിൽ ജലം ചുറ്റുപാടും ഉയർന്നു നിന്നപ്പോ ദൈവം തന്റെ ജനത്തെ 8 പേരെ രക്ഷപ്പെടുത്തിയതിന്റെ വലിയ അനുഭവത്തെ സ്നാനത്തിന്റെ മുൻകുറിയായി അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നീട് മുമ്പിലും പുറകിലും പ്രതിസന്ധി എന്ന് ചിന്തിച്ചിരുന്നതായ ഇടത്ത് മുമ്പിലേക്ക് വലിയ സമുദ്രത്തിന്റെ മധ്യത്തിലൂടെ സമുദ്രത്തെ 2 വ്യത്യസ്ത മേഖലകളാക്കി തിരിച്ച് അവയുടെ ഉള്ളിലൂടെ നിലത്തെ ഉണങ്ങിയ അവസ്ഥയിലൂടെ കർത്താവ് ദൈവം കടത്തിവിട്ടതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലെ ജനതയുടെ യാത്രയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അരാം രാജാവിന്റെ സേനാധിപൻ പ്രവാചകന്റെ ശബ്ദം അനുസരിച്ചുകൊണ്ട് നദിയിൽ ജലത്തിൽ മുങ്ങി എഴുന്നേറ്റപ്പോ അവനാവശ്യമായ സൗഖ്യം ലഭ്യമായതായി തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. സ്നാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ. ശുദ്ധീകരണത്തിനായും ബലപ്പെടുത്തലിനായും ഭാവിക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിനായും വേദപുസ്തകം വിവരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമ പശ്ചാത്തലത്തിൽ യോഹന്നാനിൽ നിന്നും സ്നാനം ഏൽക്കുന്നതായ യേശു തന്റെ ശിഷ്യഗണങ്ങളോട് സ്നാനത്തിന്റെ ക്രമത്തെ തുടരുവാനായി ആവശ്യപ്പെടുന്ന യേശു പത്രോസിലൂടെ അനേകം പേർ സ്നാനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോസ്തലന്മാരിലൂടെ ആ വസ്തുത തുടരുന്നു. ഇന്നും ഏതൊരു പ്രദേശത്തും ഈ സ്നാനത്തിന് വകഭേദങ്ങൾ ഉണ്ടെങ്കിലും സ്നാനത്തിന്റെ വലിയ വസ്തുത തുടരുന്നത് നമുക്ക് വായനകളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രത്തിലായിരിക്കുക എന്നുള്ള ചൂടും സുരക്ഷിതത്വവും നിറഞ്ഞ അവസ്ഥയിൽ നിന്നും
ഭദ്രത നഷ്ടപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ രോദനങ്ങളിൽ ദൈവവുമായുള്ള ബന്ധത്തിന്റെ ആത്യന്തികമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നതായ അവസ്ഥ. ഇവിടെ സ്നാനത്തിലൂടെ സംഭവിക്കുന്നത് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്ന നഷ്ടബോധത്തിൽ നിന്നും സ്നാനത്തിലൂടെ ഒരിടയന് ലഭ്യമാവുകയാണ്. മശിഹയുടെ ആട്ടിൻകൂട്ടമായ സഭയോട് ചേർക്കപ്പെടുന്നു. ദൈവത്തിന്റെ പൈതലും സ്വർഗരാജ്യത്തിന്റെ അവകാശിയും ആകുന്നു. ദൈവത്തിനോടൊപ്പം ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഒപ്പം മറ്റ് കൂദാശകളുടെ പ്രവേശനം, ഇവയൊക്കെയും സ്നാനത്തിലൂടെ ലഭ്യമാകുന്നു. ഇന്നത്തെ ചിന്തയിലൂടെ സ്നാനം എന്ന അനുഭവത്തെ ശക്തിയോടെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുവാൻ, അവയിലൂടെ ആ അനുഭവത്തിലൂടെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് ഈ ദിനത്തിലെ ചിന്തകൾക്കായി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ച് കേട്ടതിൽ നിന്നും സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൊതുവെ സത്യാന്വേഷികളായ യവനന്മാർ, ഗ്രീക്കുകാർ ഫിലിപ്പോസിനെ യേശുവിനെ കാണണമെന്ന ആഗ്രഹത്തോടെ സമീപിക്കുകയാണ്. ഫിലിപ്പോസ് അത് അന്ത്രയാസിനെ അറിയിക്കുന്നു. അവർ യേശുവിന്റെ അരികിൽ എത്തുന്നു. യേശുവിന്റെ അരികിൽ ഗ്രീക്കുകാർ, വിജാതീയർ, യവനർ ഇവർക്ക് യേശുവിനെ കാണണമെന്നുള്ള ആവശ്യം അറിയിക്കുമ്പോൾ കർത്താവ് നൽകുന്ന മനോഹരമായ ഉപമയാണ് മനുഷ്യപുത്രന്റെ തേജസ്കരിക്കപ്പെടുന്ന അനുഭവവുമായി ബന്ധപ്പെട്ട കോതമ്പ് മണിയുടെ ഉപമ എന്ന് പറയുന്നത്. ഇന്നത്തെ സ്നാന ചിന്തയിൽ കോതമ്പ് മണിയുമായി ബന്ധപ്പെട്ട വസ്തുത നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഹിഥീം എന്ന വേദപുസ്തകത്തിന്റെ മൂലഭാഷയിൽ പറയുന്ന അറിയപ്പെടുന്ന കോതമ്പ് നമുക്കൊരൽപ്പം കൂടെ പരിചിതമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രാചീന കാലത്ത് അധികം പേരും ഉപയോഗിച്ചിരുന്ന പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് കോതമ്പായിരുന്നു. വേദപുസ്തകത്തിൽ ധാന്യമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതായ മേഖലകളൊക്കെ കോതമ്പ് എന്നാണ് ശരിയായി വായിക്കേണ്ടത് എന്നാണ് ചിന്തകന്മാർ പറയുന്നത്. ഇസ്രായേലിന്റെ കയറ്റുമതിയിൽ പ്രധാനപ്പെട്ടതായ വിഭവമാണ് കോതമ്പ് എന്ന് പറയുന്നത്. കർത്താവും തന്റേതായ ഈ ഉപമയിൽ കോതമ്പിന് അധിക പ്രാധാന്യം നൽകി സംസാരിക്കുന്നത് വേദപുസ്തകത്തിന്റെ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കോതമ്പിന്റെ ജീവിത ക്രമത്തിലെ 3 സാഹചര്യങ്ങൾ സ്നാനവുമായി ബന്ധപ്പെട്ട ചിന്തയിൽ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ അനുഭവത്തിൽ നമ്മെ നിലനിർത്തുവാൻ സഹായിക്കട്ടെ. ഒന്നാമത്തേത് നിലത്ത് വീഴുന്നതായ കോതമ്പ് മണി. ആ ഉപമ പറയുന്നതായ സമയത്ത് കർത്താവ് തന്നെ പറയുകയാണ്, കോതമ്പ് മണി നിലത്ത് വെറുതെ വീഴുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന്. ഒന്നാമത്തെ ഘട്ടം അതാണ്. കോതമ്പ് മണി നിലത്ത് വീണ് വെറുതെ കിടക്കുന്നതായ അവസ്ഥ. അതിന് ചാകുന്നതിനുള്ള താല്പര്യമില്ല. തനിയെ കല്ലുപോലെ അങ്ങനെ ഇരിക്കണമെന്ന് മാത്രമാണ് അത് ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു കോതമ്പ് മണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫലവും പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ആ ഉപമ സ്പഷ്ടമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, ജീവിതത്തിൽ നിലത്ത് വീഴുന്ന വെറും കോതമ്പ് മണികളായി നമ്മുടെ സ്നാന അനുഭവങ്ങൾ മാറരുത് എന്നാണ് ഒന്നാമത്തെ ചിന്തയിലൂടെ അർത്ഥമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്നാനത്തിന് വകഭേദങ്ങൾ വ്യത്യസ്തമായി ഉണ്ട് എങ്കിലും വിവിധ രീതികളിലൊക്കെ സ്നാനക്രമത്തിലേക്ക് പ്രവേശിച്ചവരാണ് നമ്മൾ എങ്കിലും സ്നാനത്തിന്റെ ശരിയായ വകഭേദത്തിലൂടെ അതിന്റെ അർത്ഥത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തുടരേണ്ടത് ആവശ്യമാണ്. നമ്മൾ വായിച്ചു കേട്ടതായ പഴയ നിയമ പാഠഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നാനത്തിന്റെ വലിയ അനുഭവത്തെ മനുഷ്യന്റെ മരണത്തിൽ നിന്നുള്ള ജീവനായി സ്വർഗത്തിലെ വലിയവനായ ദൈവം
ആ 8 പേർക്ക് ഒപ്പമായിരുന്ന ജീവചരാചരങ്ങൾക്ക് വലിയവനായ ദൈവം ദാനമായിട്ട് നൽകുകയാണ്. മനുഷ്യൻ നശിച്ചു പോകുന്ന ഒന്നല്ല, ദൈവികമായ കരുതലിന്റെ അനുഭവമായി പഴയ നിയമ പാഠഭാഗം ആ ഒരു വസ്തുതയിൽ നിന്ന് നമ്മോട് സംഭാഷിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, സ്നാനത്തിന്റെ അനുഭവങ്ങളിലൂടെ മുഴുവൻ മുങ്ങിയെന്നോ തളിക്കപ്പെട്ടുവെന്നോ കൊടിയുടെ കീഴിലൂടെ നടന്നുപോയെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ ആസ്വദിക്കപ്പെടുമ്പോ, ചെറുപ്പത്തിലായിരുന്നു കൊണ്ടോ മുതിർന്നതിന് ശേഷമോ ഒക്കെ സ്നാനം അനുഭവിച്ചു എന്ന് നമ്മൾ വാദിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ സ്നാനം എങ്ങനെ അനുഭവിച്ചു എന്നുള്ളതല്ല പ്രാധാന്യം അർഹിക്കുന്നത്. സ്നാനത്തിലൂടെ നീ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. വെറുതെ നിലത്ത് വീണ് കിടക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നേരെ മറിച്ച് നിലത്ത് കിടന്ന അവസ്ഥയിൽ നിന്നും ഫലം പുറപ്പെടുവിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുമ്പോഴാണ് നിനക്ക് പ്രാധാന്യം സംഭവിക്കുന്നത്. അത് തിരിച്ചറിയുന്ന വ്യക്തിയായി എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. നിലത്ത് വീണ് മണ്ണിൽ ലയിക്കുക. സ്നാനത്തിലൂടെ യേശുവിൽ വീണ് അവിടുന്ന് നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടതായ സാഹചര്യങ്ങളിലൂടെ ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞ് സഞ്ചരിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടുക. ആന്റണി ഡിമല്ലോ എന്ന് പറയുന്ന വ്യക്തി തന്റെ ഒരു കഥ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു ശ്രേഷ്ഠനായ ഗുരു, ഒരുപാട് ശിഷ്യന്മാരുള്ള ഗുരു, അദ്ദേഹം മരിക്കാറായി. തങ്ങളുടെ ഗുരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മരിക്കുമെന്ന് അറിയുന്നതായ ശിഷ്യന്മാർക്ക് കഠിന നിരാശ ഉണ്ടാവുകയാണ്. ഈ നിരാശ നിറഞ്ഞതായ മുഖങ്ങളിലേക്ക് നോക്കി വിറയ്ക്കുന്നതായ ചുണ്ടുകളോടെ ഗുരു ഇപ്രകാരം പറഞ്ഞു: മരണം ജീവന് അഴകേകുന്ന വസ്തുതയാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ലേ? എന്നാൽ വിഷമത്തിലായിരിക്കുന്ന ശിഷ്യന്മാരിൽ പ്രധാനി ഇപ്രകാരം പറയുകയാണ്: അല്ലയോ ഗുരു, അങ്ങ് ഒരിക്കലും മരിക്കരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഗുരു തെല്ലൊന്ന് ശാന്തമായി കിടന്നതിന് ശേഷം ശിഷ്യന്മാരോട് അവസാനമായി പറയുന്നുണ്ട്: യഥാർത്ഥ ജീവനുള്ളതൊക്കെയും മരിക്കണം. പൂക്കളിലേക്ക് നോക്കുക. 2 കൂട്ടം പൂക്കളായി നമുക്കവയെ കാണാം. ജീവനുള്ള പൂക്കളെന്നും പ്ലാസ്റ്റിക് പൂക്കളെന്നും. ജീവനുള്ള പൂവിനെ സംബന്ധിച്ചിടത്തോളം അത് വാടും കൊഴിയും, അത് നശിച്ചു പോകും. എന്നാൽ പ്ലാസ്റ്റിക് പൂക്കൾ ജീവനില്ലാത്തത് മരിക്കാതെ ഇരിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, ജീവനുള്ളതൊക്കെയും മരിച്ച് ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് സ്നാനം. വെറുതെ ഇരിക്കുന്നതല്ല. ക്രിസ്തു കൽപ്പിക്കുന്നത് ജീവിതത്തിൽ തീരുമാനങ്ങളാകുന്നതും പ്രവൃത്തിയിലെത്തുന്നതുമാണ് സ്നാനം. ആ തിരിച്ചറിവിലൂടെ ഒന്നാമത്തെ ചിന്തയിലൂടെ നമുക്ക് മുന്നേറാം. രണ്ടാമത്തേത് ചാകുന്ന കോതമ്പ് മണി. ആദ്യത്തേതിൽ നമ്മൾ മനസ്സിലാക്കി നിലത്ത് വീണ് വെറുതെ കിടക്കുന്നതായ കോതമ്പ്. രണ്ടാമത്തേതിൽ കോതമ്പ് മണി നിലത്ത് വീണ് ചാവുകയാണ്. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നതായ ചില ജലത്തിന്റെ നണുത്ത കണികകൾ, മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഔഷധമൂല്യമുള്ള വളത്തിൽ അതിന്റെ വേരത് പയ്യെ ഊന്നുകയാണ്. സൂര്യനിലേക്ക് നോക്കി പുതിയ ഊർജം ആർജിച്ചുകൊണ്ട് അത് മരണത്തിന് തന്നെ ഏൽപ്പിക്കുകയാണ്. തന്റെ പുറംചട്ട അഴിച്ച് അതിൽ നിന്നും പുതിയ നാമ്പ് സമർത്ഥമായി മുകളിലേക്ക് കടന്നു വരുന്നു. ഒരു കോതമ്പ് മണി ഒരുപാട് കോതമ്പ് മണികളെ സൃഷ്ടിക്കുന്ന ഭാവിയുടെ വലിയ അനുഭവത്തെ ഈ ഒരു ചാകലിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വയം നഷ്ടമാകുന്ന അവസ്ഥയിൽ നിന്നും പുതുജീവൻ വിരിയുന്ന അവസ്ഥയിലേക്ക്
പഴയ വിത്തിന്റെ രൂപം അഴിയപ്പെട്ട് പുതിയ പച്ച മുകുളങ്ങൾ ഉയർന്നു വരുന്നത് എത്ര ആനന്ദകരമായ കാഴ്ചയാണ്. സ്നാനത്തിലൂടെ സംഭവിക്കേണ്ടത് ഇതാണ്. പറഞ്ഞുവല്ലോ, സ്നാനത്തിന്റെ മൂലകങ്ങൾ എങ്ങനെയെന്നല്ല ചിന്തിക്കേണ്ടത്, അതിനു വേണ്ടിയുള്ള അടിസ്ഥാനങ്ങൾ എങ്ങനെയെന്നല്ല ചിന്തിക്കേണ്ടത്, സ്നാനത്തിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് ഉചിതം. ക്രിസ്തു ഈ ഭാഗത്ത് തന്റെ അരികിലായിരിക്കുന്ന പ്രിയരോട്, ശിഷ്യരോട്, തന്നെ ഇനി കേൾക്കുവാൻ പോകുന്നതായ യവനന്മാരോട് ഒക്കെയും ഈ വസ്തുത സംസാരിക്കുമ്പോ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ചാകുന്ന കോതമ്പ് മണിയായി തീരുകയാണ്. ലോകത്തിന് വേണ്ടി ചാകുന്ന കോതമ്പ് മണി, ലോകത്തിന് വേണ്ടി തന്റെ ഭൗതികമായ ശരീരത്തെ നുറുക്കപ്പെടലിന് ഏൽപ്പിച്ചു നൽകിയതിനു ശേഷം പുതുമുകുളമായി തീരുന്ന കോതമ്പ് മണി. ആനന്ദകരമായ സാഹചര്യത്തിലൂടെ ലോകമെമ്പാടുമുള്ള അവിടുത്തെ ശിഷ്യരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, ജന്മം നൽകുന്നതിന് വേണ്ടി മണ്ണിൽ വീണലിഞ്ഞതായ അവിടുത്തെ വലിയ മഹിമ. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, സ്നാനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോ ചാകുന്ന കോതമ്പ് മണികളായി തീരുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് താല്പര്യമില്ല എങ്കിൽ ഒരു കാരണവശാലും സ്നാനത്തിന്റെ അവകാശവാദങ്ങളിലേക്ക് ഞാൻ അങ്ങനെയും ഇങ്ങനെയും ഒക്കെ സ്നാനപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അവകാശവാദങ്ങളിലേക്ക് കടന്നു പോകുവാൻ നമുക്കാർക്കും ജീവിതത്തിൽ ഉറപ്പില്ല എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ചാകുന്ന കോതമ്പ് മണിയായി നാളത്തെ സമൂഹത്തിന് വേണ്ടി ചിലതൊക്കെ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഇന്ന് യേശു നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം അവിടുന്ന് നമ്മളാകുന്ന വിത്തിന് നൽകുന്ന പരിചരണം എന്ന് പറയുന്നത് അവിടുത്തെ രക്തവും അവിടുത്തെ ശരീരവും ദാനമായി നൽകിയുള്ള വീണ്ടെടുപ്പിന്റെ അനുഭവമാണ്. ചാകുന്ന കോതമ്പുകളെ പോലെ സ്നാനത്തിന്റെ അനുഭവത്തിൽ സന്തോഷത്തോടെ തുടരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളായി നമ്മുടെ ക്രമങ്ങൾ മാറ്റപ്പെടട്ടെ. മുത്തുച്ചിപ്പിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വായനകൾ നമുക്കറിയാം. കടലിനുള്ളിൽ ഈ ഒരു അത്ഭുത ജീവി കഴിയുമ്പോൾ എത്ര മനോഹരമായിട്ടാണ്, ആസ്വാദ്യകരമായ ആ ചിപ്പി നമുക്ക് കണ്ട് കുളിർമ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: ലളിതമായ ശരീരഭാഗങ്ങളുള്ള മുത്തുച്ചിപ്പി ഇരയെ തേടി കൂടിന് പുറത്ത് ഇറങ്ങുമ്പോൾ ചെറിയ മണൽത്തരികളിൽ തട്ടി തന്റെ ശരീരം അവിടെ ഇവിടെയൊക്കെ മുറിയും. ഇത് ഉണങ്ങുവാനായിട്ട് ചിപ്പി തന്നെ തന്റെ ശരീരത്തിൽ നിന്നും ഒരു ദ്രാവകം പുറപ്പെടുവിക്കും. രക്തവും ദ്രാവകവും ചേർന്ന് മനോഹരമായ വെണ്മയുള്ള തിളക്കമുള്ള യഥാർത്ഥ മുത്താണെങ്കിൽ ശരീരത്തിൽ ഒന്ന് നമ്മൾ തൊടുമ്പോൾ അതിന്റെ ഒരു കുളിർമ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നിസ്സാരമായൊരു ജീവി, അതുള്ളിൽ നിന്നും മുത്താണ് മനുഷ്യന് നൽകുന്നത്. ദൈവം തന്റെ അതേ രൂപത്തിൽ സൃഷ്ടിച്ചതായ മനുഷ്യൻ ഉള്ളിൽ നിന്ന് പകരുന്നത് മുത്താണ്. ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതിലൂടെ പുതിയ കോതമ്പ് മണികൾ വളരുന്നുണ്ടോ? അത് മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. ഒടുവിലത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. കോതമ്പ് മണിയുടെ ഫലം കായ്ക്കുന്നതായ അവസ്ഥ. ചാകുന്ന കോതമ്പ് മണി അത് ഫലം കായ്ക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു കോതമ്പ് മണിയാണ് ചാകുന്നതെങ്കിൽ ഇവിടെ ഇതാ അനേകം പുതു കോതമ്പ് മണികൾ ഉയരുകയാണ്. ഈ പുതു കോതമ്പ് മണികൾ അടുത്ത് ചാകുന്നതായ സമയത്ത് അതിന്റെ സംഖ്യ വർദ്ധിക്കുകയാണ്. അങ്ങനെ ഫലഭൂയിഷ്ഠയുടെ പുതിയ അനുഭവത്തിലേക്ക് ഒരു കോതമ്പ് മണി മാറ്റപ്പെടുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് വരിക്കുന്നതായ ഉപമയിലൂടെ ഈ കോതമ്പ് മണിയുടെ ചാകലിന്റെ അനുഭവത്തിലൂടെ മാറ്റപ്പെടുന്നത് വേദപുസ്തകം വിവരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിന്റെ സ്നാനത്തെ കുറിച്ച് എപ്പോഴും പറയുന്നത് യേശുവിന്റെ സ്നാനം, യേശുവിന്റെ ജീവിതം തന്നെ രണ്ട് സ്നാനത്തിന്റെ മധ്യത്തിലായിരുന്നു. ഒന്നാമത്തേത് യോർദാനിൽ നടത്തപ്പെടുന്നതായ ജലസ്നാനത്തിന്റെ അനുഭവം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് കാതോർക്കുവിനെന്നുള്ള വലിയ
സംസാരത്താൽ സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുകൂടെ യോർദാനിൽ നിന്നും സ്നാനമേൽക്കുന്നതായ യേശു. രണ്ടാമത്തെ സ്നാനം എന്ന് പറയുന്നത് കുരിശിലെ രക്തം കൊണ്ടുള്ള സ്നാനം. ശരീരത്തിലാകമാനം തുളയ്ക്കപ്പെടുന്ന ശരീര ഭാഗങ്ങളിലൂടെ, പച്ച മാംസഭാഗത്തിലൂടെ ചോരവാർന്ന് നമുക്ക് വേണ്ടി പകർന്നതായ സ്നാനത്തിന്റെ ഭാഗം. ഒന്നാമത്തെ സ്നാനത്തിൽ സ്വർഗം തുറക്കുകയാണ്. രണ്ടാമത്തെ സ്നാനത്തിൽ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ മറച്ചിരുന്നതായ തിരശീല ഛേദിക്കപ്പെടുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നതും ഈ രണ്ട് സ്നാനത്തിന്റെയും മധ്യത്തിലുള്ളത് തന്നെയായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടി സ്നാനമേൽക്കപ്പെട്ടതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ പോലെ നുറുക്കപ്പെടുവാൻ, ആ രീതിയിൽ ഫലം നൽകുവാൻ തയ്യാറുള്ള വ്യക്തികളായിരിക്കണം എന്ന് ഉറപ്പിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, സ്നാനത്തിന്റെ പുതുക്രമങ്ങളിലൂടെ കടന്നുപോയി ശരിയായ ഫലം മറ്റുള്ളവരിലേക്ക് പകരുന്നവരായി നമുക്ക് മാറ്റപ്പെടുവാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിനെ കുറിച്ചും ശേഷം തന്റെ ശിഷ്യന്മാരെ കുറിച്ചും പറയുന്നത് ക്രിസ്തുവിൽ നിന്നുള്ള സ്നാനത്തിന്റെ വലിയ വസ്തുതകളെ ബലമായി പിടിച്ചതായ ഈ വ്യക്തി ജീവിതങ്ങൾ പോയതായ മേഖലകളിലൊക്കെ അവിടുന്ന് കൽപ്പിച്ചതുപോലെ സ്നാനത്തെ നൽകുകയാണ്. അവരതിനു വേണ്ടി വകഭേദങ്ങളെ നോക്കുന്നില്ല, ജലത്തിന്റെ അളവ് നോക്കുന്നില്ല. ലഭ്യമായ സ്രോതസ്സുകളിലൂടെയൊക്കെ സ്നാനത്തിന്റെ അനുഭവത്തെ ദാനമായിട്ട് നൽകുകയാണ്. ഒന്നു മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ അനുഭവത്തെ അവരിലേക്ക് പങ്കുവെക്കുക. തങ്ങളുടെ ഉള്ളിൽ ഉടലെടുത്തിരിക്കുന്ന ഫലം കായ്ക്കുന്ന കോതമ്പ് മണിയായ ക്രിസ്തുവിനെ അവരുടെ ഉള്ളിലേക്ക് പകർന്ന് അവരെയും ഫലം കായ്ക്കുന്ന കോതമ്പ് മണികളായി മാറ്റുക എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതേ ദൗത്യത്തോടു കൂടെയാണ് നമ്മൾ ഓരോരുത്തരും സ്നാനമേറ്റിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നും മറുവാദകതകളെ മാറ്റിവെച്ചുകൊണ്ട് വയറിനെ സേവിക്കുന്നതായ ചിന്തകളെ മാറ്റിവെച്ചതിന് ശേഷം ക്രിസ്തുവിന്റെ സാക്ഷികളായി സ്നാനത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്വാതന്ത്ര്യത്തിന്റെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോ ക്രിസ്തു സ്വയം കോതമ്പ് മണിയായി നിലത്ത് വീണ് നമുക്ക് വേണ്ടി ചാകുകയാണ്. നിലത്ത് വീണ് ചത്ത് അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളോട് കോതമ്പ് മണികളായി തീരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. അവിടുന്ന് കടന്നുപോയതായ മേഖലയിലൂടെ കടന്നു പോകുവാൻ അവിടുന്ന് നമ്മെ മോചിപ്പിച്ച് ആ അനുഗ്രഹത്തിന്റെ പാത്രങ്ങളാക്കിയിരിക്കുമ്പോ, സ്വാർത്ഥതയുടെ അതിർവരമ്പുകളെ വെടിഞ്ഞതിനു ശേഷം അവിടുന്ന് നൽകിയതായ അനുഭവത്തിലൂടെ അവിടുത്തെ ശരീരത്തോട് പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് ജീവിതക്രമങ്ങളിലൂടെ മുന്നേറുവാനായിട്ട് അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. സ്നാനത്തിന്റെ ക്രമത്തിൽ യേശുവിനോടൊപ്പം നമ്മൾ മരിക്കുകയാണ്. യേശു പകരുന്നതായ അനുഭവത്തിൽ നമ്മൾ ഉയർക്കുകയാണ്. ആ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദേശസ്നേഹത്തെ കുറിച്ചുള്ള ചിന്തകൾ ഉള്ളിൽ ഉയരുമ്പോ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം നമ്മുടെ മേൽ പതിക്കപ്പെടുന്നത്, തൃത്വനാമത്തിൽ ആ രീതിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തുടരുവാനായിട്ട് സാധിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, കോതമ്പ് മണി നിലത്ത് വീഴുന്നു, അത് ഫലം കായ്ക്കുവാനായി ഒരുക്കപ്പെടുന്നില്ല എങ്കിൽ പ്രയോജനമില്ല. വേര് ആഴത്തിലൂന്നി പുതുസൃഷ്ടികൾക്ക് പുതുനാമ്പിലൂടെ ജന്മം നൽകുമ്പോൾ, ഫലം മറ്റുള്ളവർക്കായി വിതരണം ചെയ്യപ്പെടുമ്പോൾ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് അത് മാറ്റപ്പെടുന്നു. സ്നാനത്തിലൂടെ കോതമ്പ് മണികളായി സാരം കുഞ്ഞാണ് ക്രിസ്തുവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് വളരുവാൻ, പക്വത പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അത്തരത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് ഈ നിമിഷങ്ങളിൽ കടന്നു പോകാം. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവം, പ്രാർത്ഥനയിൽ നമ്മോട് മനസ്സലിയുന്ന ദൈവം, കേട്ട ചിന്തകളെ
ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഞാനൊരു സ്നാനമേറ്റ വ്യക്തിയാണ്, എനിക്കൊരു കോതമ്പ് മണിയായി മറ്റുള്ളവർക്ക് വേണ്ടി ഫലം കായ്ക്കുന്ന കോതമ്പ് മണിയായി മാറുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഉള്ളിൽ നിന്ന് ചിന്തിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. സ്വാർത്ഥതയുടെ ആൾരൂപങ്ങൾ തകർത്താടുന്നതായ ഈ ലോകത്ത് സ്വന്തം വയറിനെ സേവിക്കുന്നതിന് വേണ്ടിയും സ്നേഹിക്കുന്നതിന് വേണ്ടിയും മാത്രം മനുഷ്യൻ ജീവിതങ്ങളെ മാറ്റുന്നതായ ഈ കാലഘട്ടത്ത് ഒരല്പം വ്യത്യസ്തരായി നമുക്ക് മാറ്റപ്പെടാം. ദൈവമേ, അങ്ങയുടെ കൽപ്പന പ്രകാരം സ്നാനത്തിന്റെ അവകാശികളായി തീർന്ന വ്യക്തികളാണ് അടിയങ്ങൾ. അങ്ങയ്ക്ക് വേണ്ടി ഫലം കായ്ക്കുന്നവരായി നിലകൊള്ളുവാൻ അടിയനെ സഹായിക്കണമേ. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിച്ച്, ദൈവമേ, അങ്ങേക്ക് വേണ്ടി അടിയനെ ഉപയോഗപ്പെടുത്തണമേ എന്ന് ഒരുമിച്ച് യാചിക്കുന്നവരായിട്ട് മാറാം. ഒരുമിച്ച് പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥനാ വിഷയങ്ങളെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. കർത്താവേ, അടിയന്റെ ജീവിതത്തോട് മനസ്സറിയണമേ. പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായ ലോകത്തിൽ ദൈവകരങ്ങളിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് അടിയനായിരിക്കുമ്പോൾ അടിയന്റെ ജീവിതത്തെ അവിടുന്ന് സന്ദർശിക്കണമേ. അങ്ങ് അടിയന്റെ ജീവിതത്തെ ഉറപ്പിക്കണമേ. ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറ്റപ്പെടാം. അങ്ങ് അടിയന്റെ ദൈവമാണ്. അടിയന് വേണ്ടി നുറുക്കപ്പെട്ട ദൈവം. അങ്ങേ അടിയൻ പരിപൂർണമായും തിരിച്ചറിയുകയാണ്. അങ്ങയോട് ചേരുകയാണ്. അപ്പം അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഉള്ളിലെ നൊമ്പരപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അത് ഏത് തന്നെ ആയിരുന്നാലും ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കാം. അപ്പാ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ അടിയനെ ഏൽപ്പിക്കുകയാണ്. അങ്ങാകുന്ന ശരീര രക്തങ്ങളിലൂടെ അത് വളമായി തിരിച്ചറിഞ്ഞ് വളരുന്ന ഒരു വ്യക്തിയായി എൻ്റെ ജീവിതത്തെ അവിടെ നിന്ന് ക്രമപ്പെടുത്തണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയരെ, എവിടെയായിരുന്നാലും ഉള്ള നുറുങ്ങിയുള്ള പ്രാർത്ഥനാ വിഷയത്തെ, ഭാരം പേറിയുള്ള നിന്റെ ജീവിതത്തെ കാണുന്ന ദൈവമുണ്ട്, അറിയുന്ന ദൈവമുണ്ട്, മനസ്സലിയുന്ന ദൈവമുണ്ട്, വിടുവിക്കുന്ന ദൈവമുണ്ട്. തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറുക. നിന്റെ പ്രാർത്ഥനാ വിഷയം ഏതു തന്നെ ആയിരുന്നാലും, കണ്ണുനീരിന്റെ ആഴ്നിലത്തിലൂടെ ഞാൻ കടന്നു പോകുകയാണ്, കഠിനമായ വ്യഥയിലൂടെ ഞാൻ കടന്നു പോകുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു ഉയർച്ചയില്ലയോ, എൻ്റെ ജീവിതത്തിന് ഇനിയൊരു ഉയർച്ചയില്ലയോ എന്നൊക്കെ കരയുന്നതായ നിമിഷങ്ങളാണ്. കർത്താവേ, അടിയന്റെ ജീവിതത്തെ അങ്ങ് തന്നെ വിടുവിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറ്റപ്പെടാം. കർത്താവേ, അടിയന്റെ ജീവിതത്തെ അങ്ങ് തന്നെ വിടുവിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം. ഉള്ള് നൊമ്പരപ്പെട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ, ഉള്ളു നൊമ്പരപ്പെട്ട് ദൈവസന്നിധിയിൽ കരയുന്നതായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ, അത് നിനക്ക് വേണ്ടിയുള്ളതാകാം, നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ളതാകാം, നിന്റെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാകാം. ഏത് തന്നെ ആയിരുന്നാലും ഈ പകലിൽ ക്രിസ്തു പ്രവർത്തിക്കുന്നതായ നിമിഷങ്ങളിലൂടെയാണ് പ്രാർത്ഥനയിൽ നീ കടന്നു പോകുന്നത്. ആ തിരിച്ചറിവോടുകൂടെ പ്രിയരെ, ദൈവത്തോട് ഏത് പ്രാർത്ഥനാ വിഷയങ്ങളായാലും ഉള്ള നുറുങ്ങി നീ കരഞ്ഞ് അർപ്പിക്കുകയാണെങ്കിൽ മറുപടി പകരുന്ന ദൈവത്തെ
നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം. ദൈവസന്നിധിയിലേക്ക് ദൈവമേ, എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. അടിയന്റെ ജീവിതത്തോട് അവിടുന്ന് മനസ്സിലാണമേ. അടിയന്റെ ജീവിതത്തോട് അവിടുന്ന് മനസ്സിലാണമേ. അടിയന്റെ ജീവിതത്തോട് അവിടുന്ന് മനസ്സിലാണമേ. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് എല്ലാ ഭാരങ്ങളെയും ഇറക്കി വെച്ച്, നമ്മൾ സ്വന്തമായിട്ട് ഈ ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. അത് ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ മോചനം നൽകുന്ന ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അവിടുത്തെ കരങ്ങളിൽ തത്തിക്കളിക്കുന്ന അപ്പൂപ്പൻ താടികളെ പോലെ സന്തോഷത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പരിലസിക്കുവാനായിട്ട് സാധിക്കും. അവിടുത്തെ സന്നിധിയിൽ അവിടുന്ന് സകലതും പകരുന്ന വർണ്ണപുഷ്പങ്ങളെ പോലെ നമുക്ക് സന്തോഷത്തോടുകൂടെ വർത്തിക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥനയിലൂടെ ശക്തമായി ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുന്നവരായിട്ട് മാറ്റപ്പെടാം. എല്ലാ ഭാരത്തെയും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിലും, നീ എന്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവവും എല്ലാറ്റിലും, നിൻ ജീവൻ എൻ പേർക്കായി തന്നതിനാൽ, നീ എന്റെ സർവവും എല്ലാറ്റിലും, തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രരാക്കിയവരാണ്. അതിനാൽ അടിമനുഖത്തിൽ വീണ്ടും വീണുപോകാതെ അങ്ങയിൽ അടിയുറച്ചു നിൽക്കുന്നവരായി ജീവിതക്രമങ്ങളിലൂടെ മാറ്റപ്പെടുവാൻ, കോതമ്പ് മണിക്ക് തുല്യരായി ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലെ വെള്ളവും വളവും ആവോളം ആസ്വദിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്ന നാളുകളിലേക്ക് അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദൈവം അങ്ങാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പാ, സ്തോത്രം കരേറ്റുന്നു. കരുതുന്ന കർത്താവേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളോട് മനസ്സലിയുന്ന പൊന്നു തമ്പുരാനെ, ദേശത്തിന്റെ ഏത് കോണുകളിലായിരുന്ന, ലോകത്തിന്റെ ഏത് കോണുകളിലായിരുന്ന ദൈവസന്നിധിയിൽ അവിടുത്തെ ദാസർ ഒരുമിച്ച് പ്രാർത്ഥനാപൂർവമായിരിക്കുന്നുവോ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ, കണ്ണുനീരൊഴുക്കുന്നതായ വിഷയങ്ങളുടെ മേൽ, ആന്തരികമായ ഭാരങ്ങളുടെ മേൽ, ശാരീരികമായ ക്ലേശങ്ങളുടെ മേൽ നസ്രായനെ അങ്ങയുടെ ശക്തിയേറിയ കരം, അങ്ങയുടെ ശക്തിയേറിയ കരം, അങ്ങയുടെ ശക്തിയേറിയ കരം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ, അതിശയം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ, ബലം പകരുന്ന ദൈവത്തിന്റെ, അനുഗ്രഹം വർഷിപ്പിക്കുന്ന ദൈവത്തിന്റെ സദൃശ്യമായ കരത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതങ്ങളുടെ മേൽ, അങ്ങയുടെ മക്കളുടെ ജീവിതങ്ങളുടെ മേൽ അനുഗ്രഹമായി അങ്ങ് വാരിക്കോരി വർഷിപ്പിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പാ, സ്തോത്രം കരേറ്റുന്നു. ഞങ്ങളുടെ പിഞ്ചോമനകൾ തുടങ്ങി ഞങ്ങളുടെ കൗമാരക്കാർ, ഞങ്ങളുടെ യൗവനക്കാർ, ഞങ്ങളുടെ മധ്യവയസ്കർ, ഞങ്ങളുടെ വാർദ്ധക്യത്തിലെ മാതാപിതാക്കൾ ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവകൃപ ഈ പകലിൽ സകലമാന പേരുടെ ജീവിതങ്ങളോടും അങ്ങ് തന്നെ പകരുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രമപ്പാ.
നന്ദിയോട് സ്തോത്രമപ്പാ, നന്ദിയോട് സ്തോത്രമപ്പാ, നന്ദിയോട് സ്തോത്രമപ്പാ. ഉന്നതനെ ഉയർന്നവനെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. ഉന്നതനെ ഉയർന്നവനെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങ് കൂടിയിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. ഞങ്ങളുടെ രാഷ്ട്രത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി. കാലാകാലങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഭരണാധിപന്മാർക്കായി ഞങ്ങൾ സ്തോത്രം കരയേറ്റുന്നു. ക്രിസ്തുവേ, അങ്ങയുടെ ദാസരെ സന്തോഷത്തോടുകൂടെ സ്നേഹിക്കുന്ന, സന്തോഷത്തോടുകൂടെ കരുതുന്ന ക്രമങ്ങളിലൂടെ ഞങ്ങൾ തുടർന്നുമായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു സഹായിക്കണമേ. തടസ്സമായത്, തകർച്ചയായത്, പ്രയാസമായത് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് അങ്ങയുടെ വലിയ രക്തത്തിന്റെ ശക്തിയിനാൽ വലിയ പ്രഖ്യാപനങ്ങളായി അവിടുന്ന് ഈ നാളുകളിൽ പുതുപ്രേരണയാൽ തന്നെ ഉയർത്തുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. അങ്ങയുടെ ബലത്തിനാൽ അവിടുത്തെ ദാസർ നിറയപ്പെടട്ടെ. അങ്ങയുടെ സമാധാനത്തിനാൽ നിറയപ്പെടട്ടെ. ജീവിതത്തിലെ കണ്ണുനീരിന്റെ സാഹചര്യങ്ങൾ ദൈവസന്നിധിയിൽ അവിടുത്തെ ദാസർ ഇറക്കി വയ്ക്കുകയാണ്. ശക്തി പ്രാപിക്കട്ടപ്പാ, ബലം പ്രാപിക്കട്ടപ്പാ, സൗഖ്യം പ്രാപിക്കട്ടപ്പാ, സമാധാനം പ്രാപിക്കട്ടപ്പാ. അങ്ങയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് തിരുവഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതേ തിരുവഴുത്ത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ അന്വർത്ഥമാകുവാൻ അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ അനുഗ്രഹീതമായ ദിനത്തിൽ ഞങ്ങളുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുടെ മേൽ നീക്കുപോക്കുണ്ടാകുവാൻ ഞങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. രാഷ്ട്രത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഛിദ്രശക്തികളുടെ മേൽ നീക്കുപോക്കുണ്ടാകുവാൻ ഞങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ലോകത്തിന്റെ കോണുകളുടെ മേൽ ഞങ്ങൾ അവിടത്തോട് നിലവിളിക്കുകയാണ്. അങ്ങ് മനസ്സറിയണമേ. സമാധാനത്തിന്റെ മേഖലകളെ അവിടെ ഈ നാളുകളിൽ വിശാലമായി തുറക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റട്ടപ്പാ. കർത്താവ് ദൈവമേ, മനസ്സറിയുന്ന ദൈവമായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. അനുഗ്രഹിക്കുന്ന ദൈവമായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഈ മഹാമാരിയുടെ ഘട്ടത്തിൽ അങ്ങയുടെ സംരക്ഷണ ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ പൊന്നുതിരുമേനി അങ്ങ് മനസ്സരിഞ്ഞ് സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ടായിരിക്കട്ടെ. കർത്താവെ, ഒരു വട്ടം കൂടെ അങ്ങ് അടിയങ്ങളെ ആശീർവദിക്കണമെന്നുള്ള വാഞ്ചയോടുകൂടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പ്രിയരുടെ മേൽ ആണിപ്പഴുതുള്ള കരത്തിനാൽ തുളയ്ക്കപ്പെട്ട നെഞ്ചോട് ചേർത്തണച്ച് അങ്ങയുടെ ദാസരുടെ മേൽ പ്രതികൂലമായതിനെ തകർത്ത്, അന്ധകാരമായതിനെ തകർത്ത്, ഉയർച്ചയ്ക്ക് തടസ്സമായിരുന്നതിനെ തകർത്ത് അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ ശക്തിയിനാൽ സന്തോഷത്തോടുകൂടെ ആയിരിക്കട്ടെ. സഭയെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തെ ദൈവമായ കർത്താവെ അങ്ങയുടെ കൃപയിനാൽ പ്രതിസന്ധികളെ തകർത്ത് ദൈവമായ കർത്താവ് സകലമാന പേരുടെ മേലും പകരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രമപ്പ. കർത്താവ് തന്നെ അനുഗ്രഹിക്കണമേ. ബലം പകരണമേ, സമാധാനം പകരണമേ, സന്തോഷം പകരണമേ. കർത്തൃസന്നിധിയിൽ അടിയങ്ങൾ പരിപൂർണമായി മേൽപ്പിക്കട്ടെ. ഈ ഒരാഴ്ചയും അനുഗ്രഹത്തിന്റെ ദിനങ്ങളാക്കി നൽകണമേ. പ്രതിസന്ധിയുടെ വാർത്തകളുടെ മധ്യേ ദൈവമൊരുക്കുന്ന സംരക്ഷണം ഞങ്ങൾ ആസ്വദിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ശാരീരിക മാനസിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെ അവിടെ നിന്ന് കാക്കണം. ഉപജീവന മേഖലകളിലായിരിക്കുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. പഠന മേഖലകളിലായിരിക്കുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. സ്ഥാപനങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. വിളയിടങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ദൂരത്തും ശാരത്തുമായിരിക്കുന്ന പ്രിയരെ അവിടെ നിന്ന് കാത്തുകൊള്ളണം. കർത്താവെ, അങ്ങനെ സകലത്തിന്റെ മേലും കർത്തൃത്വം നടത്തുന്ന ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങൾ ആസ്വദിക്കുവാനായിട്ട് അവിടെ നിന്ന് സഹായിക്കണം. ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ പ്രധാന ഉത്സവത്തിന്റെ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുന്നതായ ഈ ദിനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കുവാൻ ഇടവരാതെ എല്ലാം സമാധാനമായിരിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ പരിപൂർണമായും സകലരെയും അർപ്പിക്കുകയാണ്. അങ്ങ് വാരിപ്പുണർന്നതിനായി അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. അങ്ങ് തന്നെ പിരിയാബന്ധമായി കൂടെ ഇരിക്കുന്നുവല്ലോ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്ന് വന്നേക്കും ദൈവത്തിനുള്ളതല്ലോ. ആമേൻ. ഒരു പ്രത്യേക ഗാനം കൂടെ സമാപന പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം.
മോചിതരേ യേശുവിൻ സാക്ഷികളേ പുതിയൊരു ജീവിത സരണിയില്ല അനുദിനം മുന്നേറാം പുതിയൊരു ജീവിത സരണിയില്ല അനുദിനം മുന്നേറാം സ്നേഹത്തിൻ സുബോധത്തിൻ പരിശുദ്ധാത്മാവാ സ്നേഹത്തിൻ സുബോധത്തിൻ പരിശുദ്ധാത്മാവാ പ്രേരിതരായി പ്രേഷിതരായി പ്രശോഭിതരായിടാം നവജീവിതമേകാം കൃപയാലേ വിമോചിതരേ യേശുവിൻ സാക്ഷികളേ പുതിയൊരു ജീവിത സരണിയില്ല അനുദിനം മുന്നേറാം പുതിയൊരു ജീവിത സരണിയില്ല അനുദിനം മുന്നേറാം സത്യത്തിൻ ധർമ്മത്തിൻ നീതിമാവകരാ സത്യത്തിൻ ധർമ്മത്തിൻ നീതിമാവകരാ സഹനത്താൽ സുൽക്രിയാൽ സൽഫലദായകരാ നവജീവിതമേകാം കൃപയാലേ വിമോചിതരേ യേശുവിൻ സാക്ഷികളേ പുതിയൊരു ജീവിത സരണിയില്ല അനുദിനം മുന്നേറാം പുതിയൊരു ജീവിത സരണിയില്ല അനുദിനം മുന്നേറാം സമാധാനത്തോടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എപ്പോഴും നമ്മുടെ ഒപ്പമായിരുന്നു തിരുരക്തവളപ്പിൽ കാത്ത് നമ്മെ അനുഗ്രഹിച്ച് പുലർത്തുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ കൃപ എല്ലാവരുടെയും ജീവിതങ്ങളിൽ എപ്പോഴും ഒപ്പമുണ്ടായിരിക്കട്ടെ. ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്തോഷം ആസ്വദിക്കുന്നതായ ദിനത്തിൽ അതിൻ്റെതായ ദൈവ നന്മ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് പകരട്ടെ. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രധാന ഉത്സവത്തിൽ നമ്മൾ ഇടപെടുന്നതായ ദിവസങ്ങളാണല്ലോ. എല്ലാവർക്കും സന്തോഷത്തോടെ ഓണ ആശംസകൾ നേരുകയാണ്. ദൈവം കൂടെ ഇരിക്കട്ടെ, ദൈവം കൃപയോട് കാക്കട്ടെ. വരുന്ന ആഴ്ചയിൽ നമുക്കിതുപോലെ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കാണുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ സന്ധ്യാസമയം 7 മണി മുതൽ സന്ധ്യാരാധനയായി ക്രമീകരിച്ചിട്ടുണ്ട്. ആ സ്ക്രീനിന്റെ കോണിൽ കാണുന്നതായ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ നിങ്ങൾക്കും അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. 9400625335 എന്നുള്ള നമ്പറിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ, സന്തോഷത്തോടെ കാക്കുമാറാകട്ടെ. ശുഭദിനങ്ങൾ നേരുന്നു.